പുഷ്കു 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 പുഷ്കരാജ് പുഷ്ക 2 കണ്ടു ഗൈസ്. രാവിലെ 4:30 ഷോയ്ക്ക് പോയി കണ്ടതാണ് ഗൈസ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ സിനിമ ഏകദേശം 3 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. ഉറക്കം വന്ന് പണ്ടാരടങ്ങും. നിങ്ങൾ ഉറക്കം വരുത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ സിനിമയ്ക്ക് പോവുക. എനിക്ക് വലിയ സർപ്രൈസ് ആയിട്ടും തോന്നിയിട്ടില്ല. കാര്യം ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് നിന്ന് കിട്ടിയത്. ഉള്ള കാര്യം പറയാമല്ലോ. പുഷ്പ 1 എന്നെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിച്ചൊരു പടമൊന്നുമല്ല. എനിക്കൊരു ആവറേജ് അനുഭവമായിരുന്നു പുഷ്പ 1 നിന്ന് കിട്ടിയത്. അപ്പൊ പുഷ്പ 2 അത് നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കാവുള്ളൂ. പക്ഷെ പ്രതീക്ഷിച്ചതിൽ ശകലം താഴെയായിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പുഷ്പ 1 പേര് പുഷ്പ ദ റൈസ് എന്നായിരുന്നു. പക്ഷെ അരിയല്ല, റൈസ്, ഉയർന്ന പരിപാടി. അത് ഓക്കെ. അതിനകത്തൊന്ന് കാണിക്കുന്നത് പുഷ്പ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ എങ്ങനെ പണക്കാരനാവുന്നു എന്നാണ്. പുഷ്പ 2 പേര് പുഷ്പ ദ റൂൾ എന്നാണ്. അങ്ങനെ പണക്കാരനാവുന്ന പുഷ്പയുടെ കുറുന്താളിപ്പാണ് ഗൈസ് സെക്കൻഡിനകത്ത് മൊത്തം. പണത്തിനൊരു വിലയുമില്ല. ഇത് നമ്മൾ ഇന്ത്യയിൽ തന്നെ അതോടെ ജീവിക്കുന്നത്. ഈ ഒരു വിലയില്ലാതെ പണം ബ്ലാരി ബ്ലാരി എറിയുന്ന പുഷ്പയാണ് ഗൈസ് നമ്മൾ പുഷ്പ 2 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പണക്കാരൻ പുഷ്പയുടെ കുറുന്താളിപ്പാണ് പുഷ്പ 2. ആ പേര് അനർത്ഥമാക്കുന്നത് തന്നെയാണ് കേട്ടോ. പുഷ്പ 2 ദ റൂള്, അത് സംഭവം കറക്റ്റാണ്, കറക്റ്റ് പേരാണ്, ആപ്റ്റ് പേരാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കും ഈ ഒരു സാധനം എവിടെങ്കിലുമൊക്കെ കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ പുഷ്പ 2 ഒരു എൻഡിങ് ഉണ്ടാവും, ചിലപ്പോൾ അതിന്റെ വാല് പിടിച്ചായിരിക്കും പുഷ്പ 3 വരുന്നതെന്ന്. പക്ഷെ അങ്ങനൊന്നും അല്ല ഗൈസ്. പ്രോപ്പറായിട്ട് പുഷ്പ 3 ഉണ്ട്. നമ്മളിങ്ങനെ പടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പേരങ്ങ് എഴുതി കാണിക്കും, ഫിലിം ബൈ സുകുമാരൻ. സിനിമ തീർന്ന എന്നൊരൊറ്റ തോന്നലാണ്. ലിറ്ററലി എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നാൽ മതി എന്ന് പറഞ്ഞാണ് നമ്മൾ ഒന്നാമത് ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ അപ്രതീക്ഷിതമായ ഒരൊറ്റ എഴുതി കാണിക്കലുടെ അന്നേരമാണ് നമ്മൾ മനസ്സിലാവുന്നത് പടം തീർന്നെന്ന്. അപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലാവുന്നത്, തൊട്ട് മുമ്പ് കണ്ട ഫൈറ്റ് അത് ക്ലൈമാക്സ് ഫൈറ്റ് ആയിരുന്നു എന്ന്. ആ സമയത്താണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലൈമാക്സ് ഫൈറ്റിനെ പറ്റി പറയാനാണ് എന്റെ പുല്ലടാവയെ ചിരിച്ച് പണ്ടാരടങ്ങും. ഒരു കടിയം ഫൈറ്റ് എന്ന് തന്നെ പറയാം. കടിച്ചു പറിക്കാം, ഉള്ളി കടിച്ചു പറി ഫൈറ്റാണ്. ഇതൊക്കെ ആരോടാ കൊറിയോഗ്രാഫി ചെയ്തത്? ഒരു 1-2 കടിയെ കടിച്ചിട്ട് വേറെ രീതിയിലോട്ടൊക്കെയാണ് പോകുന്നത്, പിന്നെയും കുഴപ്പമില്ല. ചറപറ കടിയോട് കടി. എന്റെ പൊന്നെ, കടിയും പുഷ്പയൊന്നും എല്ലാം പറയേണ്ടി വരും. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാതിരിക്കുന്നതാണ് ഭേദം. പിന്നെ പുഷ്പ എവിടെ ഇടിച്ചാലും പിന്നെ പേപ്പറും മണ്ണും കരിയിലും എല്ലാം പറക്കും. അത് എല്ലാ സിനിമയ്ക്കകത്തുള്ള പോലെ ഇതിനകത്തുണ്ട് ഗൈസ്. പിന്നെ ആ കൂടി ഈ പടത്തിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പടം അത്ര മോശം പടമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വലിയ കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞ ഇതൊരു സിനിമയായിട്ട് ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു 35 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസ് ആയിട്ട് 1 hour ഉള്ള ഒരു വെബ് സീരീസ് ആയിട്ട് ഇറക്കിയാൽ കുറച്ചും കൂടെ നമുക്ക് കണ്ട് ഇങ്ങനെ അങ്ങ് പോകാമായിരുന്നു. ഇത് സിനിമയായിട്ട് കാണുമ്പോഴാണ് കുഴപ്പം. കാര്യം വെച്ചാൽ ഇതിന്റെ ലെന്ത് എന്റെ പൊന്നടാവേ, AC തിയേറ്ററിനകത്തിരുന്ന അവിയും അമ്മാതിരി ലെന്താണ് ഇതിൻ്റെത്. പിന്നെ അല്ലു അർജുൻ ഫഫ ആ ഒരു കോമ്പിനേഷൻ, ഫഹദ് ഫാസിൽ തമ്മിലുള്ള കോമ്പിനേഷൻ, അത് അത്യാവശ്യം നല്ലതായിട്ട് ഫീൽ ചെയ്ത് ഗൈസ്. ഫഫേന്റെ കുറച്ച് തനതായ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സീരിയസ് കോമഡികളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൊള്ളായിരുന്നു. ചില ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പോരായ്മയാണെന്ന് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ പോരായ്മ, ഇത്രയും വലിയൊരു പടം ഇറക്കിയപ്പോൾ സമയത്ത് അത് മലയാളത്തിൽ ഒരു വലിയ നടനെ കൊണ്ട് അഭിനയിച്ച സമയത്ത് ഫഫയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഫഹദ് ഫാസിലിന്റെ റോളിന് ഡബ് ചെയ്തേക്കുന്നത്. ലക്കി ഭാസ്കർ ഒക്കെ സിനിമ കണ്ട സമയത്ത് അതൊരു മലയാളം പടം പോലെ തന്നെ നമുക്ക് തോന്നാൻ കാരണം അതിനകത്ത് ഡബ് ചെയ്തേക്കുന്നത് ദുൽഖർ സൽമാനാണ്. അന്നേരം നമുക്കൊരു മലയാളം പടം പോലെ കണ്ടിരിക്കാം. പക്ഷെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ആ ഫഹദ് ഫാസിലിന്റെ ആ ഒരു വോയിസ് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും ചെയ്ത ആൾ അത്യാവശ്യം ഫഹദ് ഫാസിലിന്റെ മാനേഴ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ബട്ട് ആ പുള്ളിയുടെ ആ ഒരു ഒറിജിനൽ വോയിസ് നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്ത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ജപ്പാനിൽ ഒരു ഇടി കാണിച്ചുകൊണ്ടാണ് ഗൈസ് തുടങ്ങുന്നത്. നമ്മൾ മറ്റേ ടീസറിനകത്ത് കണ്ടല്ലോ, അല്ലു അർജുൻ്റെ ഇൻട്രോ തന്നെ അല്ലു അർജുൻ്റെ കുണ്ടിയാണ് ഗൈസ് ആദ്യം കാണിക്കുന്നത്. ആ ജപ്പാനിൽ പോയി കിടന്നുണ്ടാക്കുന്ന ഇടി എന്തിനായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാൽ ട്രെയിലറിനകത്ത് കാണിച്ച പല സീൻസും നമ്മൾക്ക് സിനിമയ്ക്കകത്ത് കാണാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ആ ജപ്പാനിൽ പോയി കിടന്ന് ഇടി ഉണ്ടാക്കിയിട്ട് ശേഷം ഒരു ആങ്കറിനകത്ത് ഇങ്ങനെ കുറെ അവന്മാരെ വെച്ചോണ്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു പുഷ്പയെ കാണിക്കുന്നുണ്ട്. അതൊന്നും സിനിമയിലില്ല. അതൊക്കെ ഈ പാർട്ട് 3-ക്കകത്താണുള്ളത്. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെയാണ് തോന്നിയത്. ഇനി പുഷ്പ 3 വരുന്നുണ്ട്. അത് സ്പോയിലർ ഒന്നുമല്ല, ഓൾറെഡി അവന്മാർ പറഞ്ഞു വെച്ചേക്കുന്നതാണ് പുഷ്പ 3 വരുന്നുണ്ട്. ഇനി അതിനകത്തിന് എന്തൊക്കെ കാട്ടായമാണോ കാണിക്കാൻ പോകുന്നത് ഒരു പിടുത്തവും ഇല്ല, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ ഇതിനകത്ത് മറ്റേ ഇല്ല പാട്ടുണ്ടല്ലോ, കിസ് 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 കിസ്ക്ക് എടാ എടാ എടാ, ആ പാട്ടൊക്കെ ഭയങ്കര അർത്ഥവത്തായ പാട്ടാണ് ഗൈസ്. സിനിമയ്ക്ക് കറക്റ്റാണ്. അത് നിങ്ങൾ സിനിമ കണ്ടല്ലോ മനസ്സിലാകത്തുള്ളൂ.
ആ പാട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ആ കിസ് കിസ് എന്ന് പറയുന്ന വേർഡിന് വരെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്, മനസ്സിലായി? അതൊക്കെ ഭയങ്കര അർത്ഥവത്തായ പാട്ടാണ്. നമ്മൾ വെറുതെ പാട്ടിനെ കളിയാക്കി ഗൈസ്. അതുപോലെയാണ് നമ്മുടെ ശ്രീവല്ലിയായിട്ട് അഭിനയിച്ച രാഷ്മിക. പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്ന്. ഉറപ്പാണ് ഗൈസ്, നാഷണൽ അവാർഡ് ഉറപ്പായിട്ട് കിട്ടും. ഇപ്പോൾ ക്ലൈമാക്സിൽ തൊട്ട് മുമ്പ് രോമം ഇങ്ങനെ എണ്ണീറ്റ് തന്തയ്ക്ക് വിളിക്കുന്ന ഒരു സീനുണ്ട്. ശ്രീവല്ലിയെ പൊളിക്കും. ഓ കിടിലോസ്ക്ക് സീനായിരുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര ഫീലിങ്സ് വരുന്ന, ഭയങ്കര ശ്രീവല്ലി തകർത്ത് പറയുന്ന ഒരു സീനാണ്. സത്യത്തിൽ ഇത് മലയാളത്തിൽ ഡബ് ചെയ്തതിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്, ഉള്ള കാര്യം പറയാലോ. പിന്നെ അല്ലു അർജുൻ കരയുന്നൊക്കെ കുറെ സീനുണ്ട്. പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടാണെന്ന് തോന്നുന്നു. 2 കിൻഡൽ ഓവർ ആക്ടിങ് ഇട്ടിട്ടാണ് ഈ പുള്ളിക്കാരൻ കരയുന്നത്. ഈ ഒരു സിനിമ നമുക്ക് ഒരു തരത്തിലും നമ്മളെ ഒരു ഫീലിങ്സിനെ ഉണർത്തത്തില്ല ഗൈസ്, ഉള്ള കാര്യം പറയാലോ. ഇങ്ങനെ ചത്ത പോലും ഇങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കാം. പിന്നെ അല്ലു അർജുൻ്റെ സിനിമ അറിയാമല്ലോ, ഒരു ലോജിക്കൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചിട്ട് വേണം പോയി കാണാൻ. അവിടെ പോയിരുന്നിട്ട് ലോജിക്ക് എന്താടാ ഇങ്ങനെ, ഗ്രാവിറ്റി എന്താ ഇങ്ങനെയെന്നൊന്നും ചോദിക്കരുത്. ഗ്രാവിറ്റിയും ലോജിക്കും ഒക്കെ വീട്ടിൽ വെച്ചിട്ട് പോകണം, മനസ്സിലായോ? പിന്നെ ഇത് മൊത്തത്തിൽ ഞാൻ പറയാമല്ലോ, ഒരു പണക്കാരന്റെ കുറുന്താളിപ്പാണ് ഗൈസ് ഇത്. ഒറ്റ വാക്കി പറഞ്ഞതാണ് പണക്കാരന്റെ കുറുന്താളിപ്പ്. പണം ഉണ്ടെങ്കിൽ എന്ത് നടക്കും എന്നുള്ള ഒരു സെറ്റപ്പാണ്. ആ കൂടി സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അല്ലു അർജുനും ഫഫയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതാണ്. പുള്ളിക്കാരൻ തന്നെ അതിനകത്ത് ഡബ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടേനെ. ആ സാധനം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. അത് നല്ല രസമാണ്, സംഭവങ്ങളാണ്, അത് നൈസാണ്. ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡ്യൂറേഷൻ തന്നെയാണ് ഗൈസ്. ലിറ്ററലി നമ്മൾ പലവട്ടം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു, തീരുന്നില്ലയോ. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാത്തൊരു സമയത്ത് കൊണ്ട് പടം അങ്ങ് തീർന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാസത്തിന്റെ അയ്യറ് കളിയാണ്. ചെറിയച്ചൻ പാസം, ചേട്ടച്ചൻ പാസം, അമ്മച്ചി പാസം. അയ്യോ, ചെറിയച്ചൻ പാസമാണ് മെയിൻ. നമ്മൾ പലതരത്തിലുള്ള പാസങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ചെറിയച്ചൻ പാസത്തിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമ പുഷ്കു 2 ആണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഒരു 3-4 മണിക്കൂർ കളയാനുണ്ടെങ്കിൽ പോയിരുന്ന് കാണാടേ. 4 മണിക്കൂർ അങ്ങ് പോകും കേട്ടോ. രാവിലെ 4 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചെത്തിയത് ഒരു 8 മണി കഴിഞ്ഞപ്പോഴാണ്. കറക്റ്റ് ഒരു 4 മണിക്കൂർ എൻ്റെ പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലും സിനിമയുടെ സമയവും എല്ലാം കൂടെ വെച്ചിട്ട്. പക്ഷെ 4 മണിക്കത്തെ ഷോയ്ക്ക് പോയിട്ട് തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ. ഞാൻ കങ്കുവായിക്കൊക്കെ പോയ സമയത്ത് കയ്യിലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കങ്കുവായിക്കൊക്കെ. പക്ഷെ ഇത് തിയേറ്റർ അത്യാവശ്യം ഫുള്ളായിരുന്നു. അല്ലു അർജുന് നല്ല ഫാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും മുടക്ക് മുതൽ ആദ്യത്തെ 2 ദിവസം കൊണ്ട് സാധനം കിട്ടും. പിന്നെ ഈ സിനിമയുടെ ഒരു മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ പറ്റി പറയുവാണെങ്കിൽ മലയാളത്തിൽ കേട്ടോണ്ടായിരിക്കും ഒരൊറ്റ പാട്ട് പോലും നല്ലൊരു പാട്ടില്ല. കൈരളി TV വരെ നാണിച്ച് തലകുണിക്കുന്ന രീതിയിലാണ് പല പാട്ടിന്റെ ലിറിക്സ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ BGM ഒന്നും നമ്മളെ അറിയിക്കാൻ സൈഡിൽ കൂടെ അങ്ങാണ്ട് പോയിട്ടേ ഉള്ളൂ. കാര്യം BGM ഉണ്ടാവില്ലയോ നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് ചിലപ്പോൾ പടത്തിലങ്ങ് മുഴുകിയിരുന്ന് ഉറങ്ങിയോണ്ടായിരിക്കും നമുക്ക് മനസ്സിലാവാതെ പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടിയ ഒരു പടമായിട്ടാണ് ഗൈസ് എനിക്ക് ഈ പടം തോന്നിയത്. ജസ്റ്റ് ഒരു തവണ കണ്ടിരിക്കുക, ഒന്നിൽ കൂടുതൽ കാണാൻ പറ്റൂല. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഗൈസ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ശരിയെങ്കിൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ടാറ്റാ ബൈ ബൈ.